എളിമയോടെ നിൽക്കുന്നവരെ ദൈവം ഉയർത്തും. എളിമയോടെ തിരിച്ചു വരാൻ തയ്യാറായാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ദൈവം എനിക്കും നിനക്കുമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശുക്രിസ്തു. പ്രിയരെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നിനക്കൊരു മേൽത്തരം നന്മ കരുതിയിട്ടുണ്ട്. ആ അലുമാരിയിൽ, സ്വർഗത്തിൻ്റെ അലുമാരിയിൽ അത് നിന്റെ കയ്യിലോട്ട് എടുത്തു തരാനായി ഈ 33 ദിവസം ദൈവം ഒരുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 7ാം ദിവസത്തിലേക്ക് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങളെല്ലാവരും ദൈവകൃപയിൽ ഓരോ ദിവസവും ഈ ഒരു പ്രാർത്ഥനയുടെ ഫലവും അനുഗ്രഹവും അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവകൃപയിൽ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വചനങ്ങൾ പറയുവാനും ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമാണ്. നിങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങളെ ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളെ ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ നിങ്ങളെ ദൈവം സഹായിക്കുന്ന നാളുകളാണിത്. ഞാനിങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ദൈവം തൻ്റെ അനുഗ്രഹത്തെ കൈമാറാൻ ചില അവസരങ്ങൾ ദൈവം ഒരുക്കും. ദൈവം തൻ്റെ അനുഗ്രഹങ്ങളെ കൈമാറാൻ, അതിങ്ങനെ ഒരു കയ്യിൽ നിന്ന് വേറൊരു കയ്യിലേക്ക് കൊടുക്കാൻ ദൈവം ഇങ്ങനെ ചില സമയങ്ങൾ ഒരുക്കും. അതാണ് ശാലോം TV-യിലൂടെ ഈ ഒരു വിമല ഹൃദയ പ്രതിഷ്ഠ, ഈ ഒരു ശുശ്രൂഷ 33 ദിവസം ഇങ്ങനെ ഇടമുറിയാതെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ കുടുംബത്തെ, തലമുറകളെ ഒക്കെ ദൈവം അനുഗ്രഹിക്കാനുള്ള അനുഗ്രഹങ്ങൾ കയ്യിലുള്ള ദൈവം അതിനൊരവസരം ഒരുക്കിയിരിക്കുന്നതാണിത്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണം. നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷകളെ പറ്റി ഈ TV-യിലൂടെ, ശാലോം ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഈ ഒരു ശുശ്രൂഷ അതെല്ലാവരോടും, നിങ്ങളുടെ പരിചയത്തിലുള്ളവരോട് പറ. എന്നിട്ട് ജസ്റ്റ് അത് കാണാൻ പറ, ആ വചനം കേൾക്കാൻ പറ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആർക്കും വലിയ ആളാകാനോ ചെറിയ ആളാകാനോ ആഗ്രഹം കൊണ്ടല്ല. നിങ്ങൾ ദൈവവചനം അറിയുമ്പോൾ അത് സ്വർഗത്തിലെ ഞങ്ങളുടെ നിക്ഷേപമാണിത്. നിങ്ങളും നിങ്ങളുടെ ഫോണിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുക. സ്വർഗം സന്തോഷിക്കും. വേറൊരാളെക്കുറിച്ചുള്ള കുറ്റവും വേറൊരാളെക്കുറിച്ചുള്ള കളിയാക്കലുകളും ട്രോൾ വീഡിയോകളും അല്ലെങ്കിൽ വിമർശനങ്ങളും വാർത്തകളും മാത്രം ഷെയർ ചെയ്താൽ പോരാ. ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളെ തൊടുമ്പോൾ അത് 10-15 പേരോട് വിളിച്ചു പറയണമെന്ന് കാണാൻ പറയണം. അത് ഷെയർ ചെയ്യണം. പ്രിയപ്പെട്ട, ആ ഷെയർ ചെയ്യുമ്പോൾ ₹1 നഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങളുടെ കൈകൊണ്ട്, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചെയ്യുകയാണ്. 10 പേർ നിങ്ങളിലൂടെ ദൈവവചനം കേൾക്കുമ്പോൾ അത് സ്വർഗത്തിലെ നിങ്ങളുടെ നിക്ഷേപമാണ്. എനിക്കൊരു അനുഭവമുണ്ട് ഈ സമയത്ത് പറയാൻ. ഒരാൾക്ക് വചനം കൈമാറി. അപ്പോൾ അയാൾ ഒരു മോശമായൊരു വാക്ക് തിരിച്ച് ടൈപ്പ് ചെയ്തിട്ടു. രണ്ടാമത് വേറൊരു മെസ്സേജ് കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിത് വിശ്വസിക്കുന്ന ആളല്ല, എനിക്കിങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾ അയച്ചു തരരുത് പ്ലീസ് എന്നയച്ചു. അറിയാതെ മറ്റൊരു ദിവസം ഒരു വചനം അയച്ചു പോയി. അയച്ച പാടെ ഞാൻ ഡിലീറ്റാക്കി. അപ്പോൾ അയാൾ ചോദിച്ചു, എന്താണ് ഡിലീറ്റാക്കിയത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്, നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരു വചനമാണ് ഞാൻ ഇട്ട് തന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആ വാക്ക് കേൾക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റാക്കിയത്. എന്തായാലും അയക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് അയാൾ ഒത്തിരി പ്രശ്നത്തിലായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ അയാളിൽ നിന്നൊരു മോശം വാക്കുണ്ടാകും. പെട്ടെന്ന് ഞാനത് ഡിലീറ്റാക്കി. അയാൾ വീണ്ടും അയച്ചു കൊടുത്തു. അയാളത് കേട്ടിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വല്ലാണ്ട് ചതിച്ചു. എൻ്റെ ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് അവൻ ഈ രാജ്യം വിട്ടുപോയി. അയാളൊരു സാമ്പത്തിക ഇടപാടുകളിൽ അയാൾ വിശ്വസിച്ച് കൂടെ നടന്ന സഹോദരനേക്കാളും കുടുംബത്തിലുള്ളവരെക്കാളും വിശ്വസിച്ചൊരു സുഹൃത്ത് ലക്ഷക്കണക്കിന് രൂപയുമായി അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് വേറൊരു രാജ്യത്തിലേക്ക് കടന്നു കളഞ്ഞു. ഇപ്പോൾ ഒരു അഡ്രസ്സും ഇല്ല. അയാളെ കുടുംബക്കാരടുത്ത് ചെന്നപ്പം അയാൾ എവിടെയാണെന്നറിയില്ല. അങ്ങനെ തകർന്നിരിക്കുമ്പോൾ അയാൾ പറയുകയാണ്, ഈ വചനം എനിക്ക് വേണം. ആ വചനം എന്നിട്ട് പിന്നീട് അയാൾ എനിക്കൊരു മെസ്സേജ് ഇട്ട്, ഇങ്ങനെയുള്ള വചനങ്ങൾ എനിക്ക് അയക്കാതിരിക്കരുത്. ആ വചനം കൊണ്ടാണ് ഞാൻ ജീവിച്ചത്.
ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ഈ ശാലോൺ TV-യിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ശുശ്രൂഷകളിലൂടെ ഈ വചനം നിങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും കേൾക്കണം. കുറച്ച് സമയമല്ലേ ഉള്ളൂ, എത്രയോ സമയം വെറുതെ കളയുന്നു. അത് കേൾക്ക്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അത് ദൈവനാമത്തിൽ ആത്മാവിൽ പറയുന്നൊരു വാക്കാണ്. ഈ വചനം ഇന്ന് കേൾക്കുകയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 52-ാമത്തെ വാക്യം. അത് എഴുതിയിരിക്കുന്നത്, ശക്തരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. അടുത്ത വാക്കെന്നറിയാമോ? എളിയവരെ അവിടുന്ന് ഉയർത്തി. ഇത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം, മറിയത്തിൻ്റെ സ്തോത്രഗീതം എഴുതിയിരിക്കുകയാണ്. എളിയവരെ ഉയർത്തി. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. എളിയവരെ ഉയർത്തും. ഞാനെന്തോ സംഭവമാണ്, ഞാൻ വലിയൊരാളാണ്, ഇതെല്ലാം ഞാനാണ് ചെയ്തത്, ഞാൻ കാരണം ഇതെല്ലാം ഉണ്ടായത്, അങ്ങനെയുള്ളവരെ ഉയർത്തിയെന്നല്ല. എളിയവരെ, ഞാൻ ദൈവത്തിൻ്റെ ഒരു ദാസനാണ്, ഒരു പാപിയായ മനുഷ്യനാണ്, ഞാൻ ഇത്രയ്ക്ക് ഉള്ളൂ. എളിമയോടെ നിൽക്കുന്നവരെ ദൈവം ഉയർത്തും. നിങ്ങളുടെ കുടുംബം എളിമയോടെ നിൽക്കും. എനിക്ക് ഈ വചനം വേണ്ട, എനിക്ക് പ്രാർത്ഥന വേണ്ട, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഈ ധ്യാനവും പ്രസംഗമൊന്നും ഇഷ്ടമല്ല, ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊക്കെ വെട്ടിപ്പാണ്, ഇതൊക്കെ ചുമ്മാ കബളിപ്പിക്കലാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. പക്ഷെ ബൈബിൾ വചനം പറയുന്നു, ഇങ്ങനെ വിമർശിക്കുന്നവരെയും ഇങ്ങനെയുള്ളവരെയല്ല, എളിമയോടെ നിൽക്കുന്നവരെ ദൈവം ഉയർത്തും. ഇത് പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യമാണ്. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസത്തിൽ നിങ്ങളൊന്ന് എളിമപ്പെടണം. ഞാനും നിങ്ങളും നമ്മളൊന്നുമല്ല. എല്ലാം ഉണ്ടെങ്കിലും ഒരു നിമിഷം കൊണ്ട് ഒന്നും അല്ലാതാകാൻ പറ്റും. ഒന്നും ഇല്ലാത്തവനെ എല്ലാം ആക്കാനും ദൈവത്തിന് പറ്റും. ഇത് രണ്ടും സത്യങ്ങളാണ്. കണ്ണിരിക്കുന്നത് എവിടെയാണ്? കണ്ണ് ഇവിടെയാണ്. കണ്ണിൻ്റെ പിരികമിരിക്കുന്നതോ ഒരു വിരലിൻ്റെ ഗ്യാപ്പിൻ്റെ മുകളിൽ. പക്ഷെ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇത്? കണ്ണിൻ്റെ മുകളിലിരിക്കുന്ന പിരികം കാണണമെങ്കിൽ 50 രൂപയുടെയോ 5 രൂപയുടെയോ കണ്ണാടി വേണം. ആ കണ്ണാടിയുടെ നോക്കുമ്പോഴേ സുഹൃത്തെ നിൻ്റെ പിരികം പോലും നീ കാണുള്ളൂ. അത്രയേ ഉള്ളൂ. ഏത് കോടീശ്വരനും എല്ലാവരും സ്വന്തം പിരികം പോലും നേരെ കാണാൻ ഭാഗ്യമില്ലാത്തവരെല്ലാവരും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നേരിട്ട്? എൻ്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ മുകളിലോട്ട് നോക്കി എനിക്ക് പിരികം കാണാൻ പറ്റില്ലെന്നേ. എൻ്റെ മുഖത്തായിരിക്കുന്നത് 10 കിലോമീറ്റർ അപ്പുറത്തല്ല. ഒരു വിരലിങ്ങനെ വെച്ചാൽ അതിൻ്റെ മുകളിലിരിക്കുന്നത് ആ പിരികം. പക്ഷെ അതുപോലും കാണണമെങ്കിൽ ഒരു കണ്ണാടിയുടെ നോക്കണം, നേരിട്ട് കാണാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ ഞാനും നിങ്ങളും. എളിമയോടെ നിൽക്കുന്നവരെ അഹങ്കരിച്ചാലോ സിംഹാസനത്തിലായിരിക്കുന്നതിലും മറിച്ചിടും, താഴെ പോകും. എത്രയോ പേര് താഴെ പോയി, എത്രയോ എളിയവരെ ദൈവം ഉയർത്തി. എളിമപ്പെടാനൊരു വഴിയുണ്ട്. ദൈവസന്നിധിയിൽ ഒരു കാര്യമുണ്ട്. ദൈവമേ, ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞാൽ മതി. ദൈവമേ, ഇരിക്കുന്ന 50 രൂപ നേർച്ചപ്പെട്ടിയിൽ ഇടുവൊന്നും വേണ്ട, 5 രൂപ ഡൊണേഷൻ കൊടുക്കണ്ട. അല്ലാതെ ഇപ്പോൾ ഇരിക്കുന്ന കസേലയിൽ ഇരുന്ന് പ്രാർത്ഥനയോടെ പറ, ദൈവമേ ഞാനൊരു പാപിയാണ്, ഒരുപാട് പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട്, ഞാൻ വീണുപോയ ഒരാളാണ്, ഞാൻ ബലഹീനനാണ്, നിന്നെ ദൈവം ഉയർത്തും. അതാ ബൈബിൾ പറയുന്നത്, എളിമയുള്ളവരെ ദൈവം ഉയർത്തും. അതുകൊണ്ടൊരു വാക്യം ഇതിനോട് ചേർത്ത് വായിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. മറക്കരുത് ഈ വാക്യങ്ങൾ. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും കിളിർക്കും. ഇത്രയും പ്രത്യാശയുണ്ടോ നിനക്ക്? ഇത്രയും പ്രത്യാശയുണ്ടോ നിങ്ങളുടെ കുടുംബത്തിന്? ഇല്ല. ഒരു ചെറിയൊരു മുറിവ് വരുമ്പോഴത്തേക്കും ദാ തകർന്ന് താഴെ കിടക്കുന്ന ബൈബിൾ പറയുന്നു, വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ട്. അതിനെ വെട്ടി മുറിച്ച് പല കഷ്ണങ്ങളാക്കിയാലും അതിൻ്റെ ചുവട് പറയും, ഞാൻ വീണ്ടും കിളിർക്കുമെന്ന്. നിങ്ങൾ പറയുമോ ഈ പ്രശ്നത്തിൽ ഞാൻ വീണ്ടും കിളിർക്കുമെന്ന്? വിശ്വസിക്കുന്നവൻ പറയും, ഞാൻ കിളിർക്കും. എത്ര കഷ്ണങ്ങളായി മുറിച്ചാലും ഞാൻ വീണ്ടും കിളിർക്കും. വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. നിങ്ങളോട് പറയുന്ന വാക്കാണ് കേട്ടോ, ഇത് നിന്നോട് പറയുന്ന പോലെ ഒന്ന് കേട്ടേ. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കില്ല. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കാനും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കാനും തുടങ്ങും. എപ്പോഴാ? വെള്ളത്തിൻ്റെ ഗന്ധമേൽക്കുമ്പോൾ. നിങ്ങൾ കേൾക്കുന്ന ഈ വചനം വെള്ളത്തിൻ്റെ ഗന്ധം പോലെയാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ തൊടുമ്പോൾ നിങ്ങളുടെ മുറിഞ്ഞ ജീവിതം, തകർന്നുവെന്ന് പറഞ്ഞ ജീവിതം, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതം, ദൈവത്തിൻ്റെ വചനം പറയുന്നു, എളിമയോടെ നിൽക്കുമ്പോൾ ആ ജീവിതം കിളിർക്കും, ആ ജീവിതം വളരും, ശാഖകൾ പുറപ്പെടുവിക്കും, ജീവിതം ഒരു അനുഗ്രഹമായി മാറുമെന്ന്. എളിമയുള്ളവരെ ദൈവം ഇതുപോലെ ഉയർത്തും.
എളിമയുള്ളവരെ ഉയർത്തും, നിന്റെ കുടുംബത്തെ ഉയർത്തും, നിന്റെ ഭാവിയെ മാറ്റും, ഉയർത്തും. ഉയർച്ച എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് ദൈവവചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ 5-6 ദിവസങ്ങളിൽ ഞാൻ ആ പ്രസംഗം അതിനിടയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ലൂക്കാ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ. അത് ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. അത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടിയൊരു ഉത്തരമാണ്. എളിമയോ, പന്നിക്കുഴി കടന്നാലും ഞാനെന്തോ വലിയ സംഭവമാണെന്ന് നിന്ന ഒരുത്തനെ അല്ല ദൈവം അനുഗ്രഹിച്ചത്. പന്നിക്കുഴി കിടന്നപ്പം അവിടെ നിന്ന് എളിമയോടെ തലകുനിച്ച് അപ്പൻ്റെ അടുത്തേക്ക് നടന്ന ഒരു എളിമയുള്ള ഒരാളെ അവിടെ കാണാൻ പറ്റും. എളിമയുള്ളവൻ ചെളിക്കുഴിയിലാണേലും അവൻ രാജകൊട്ടാരത്തിലെത്തിയിരിക്കും. എളിമയുള്ളവൻ പട്ടുപോയാലും അവൻ പുതിയതായി ഉണർന്നെഴുന്നേറ്റിരിക്കും. അത് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. എളിമയുള്ള ഒരു മനസ്സ് മതി ദൈവം. അതാണ് ലേഖനത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ കരത്തിൻ്റെ താഴെ താഴ്മയോടെ നിൽക്ക്, എളിമയോടെ നിൽക്ക്, തക്ക സമയത്ത് നിന്നെ ഉയർത്തും. ദൈവം നിന്നെ ഉയർത്തും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആനകുതിര കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. വലിയ സ്തോത്രക്കാഴ്ചകളിട്ടാലും ഡൊണേഷൻ കൊടുത്താൽ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത് നല്ല സത്യം. എളിമയോടെ നിന്നാൽ മതി, ദൈവം നിന്നെ ഉയർത്തിക്കൊള്ളും. ഈ വചനം ഈ ധൂർത്തപുത്രൻ്റെ ഉപമ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇത് വർഷങ്ങൾ കഴിഞ്ഞ് വായിക്കുമ്പോഴും ചില ആളുകൾ ഈ വായിച്ചിട്ട് കരയാറുണ്ട്. ഞാൻ വിചാരിച്ചത് എത്ര കൊല്ലമായി ബൈബിൾ കയ്യിലിരിക്കുന്നു, എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് ഇപ്പോൾ എന്ത് കരയാനാണ്? വായിക്കുമ്പോൾ തോന്നും, ഈ ധൂർത്തപുത്രനായ മനുഷ്യൻ ഞാനാണോ എന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് ചോദിക്കും. ഇത് നീയല്ലേ? ഈ അപ്പൻ്റെ 2 മക്കളിൽ ഇത് നീയാണ്. ഈ വഴിതെറ്റിപ്പോയത് നീയാണെന്ന് മനസ്സാക്ഷി പറയുമ്പോൾ അറിയാതെ നമ്മൾ എവിടെയോ പെട്ടെന്ന് വിതിമ്പിപ്പോവും, കരഞ്ഞു പോവും. ധൂർത്തപുത്രൻ ഉപമ വായിക്കുമ്പം എളിമയുള്ളവരെ ദൈവം ഉയർത്തി നമ്മ പറഞ്ഞില്ലേ? ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ എഴുതിയിരിക്കുന്ന ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരപ്പന് 2 മക്കൾ. ഒരുപാട് കേട്ട് പ്രസംഗിച്ചും മടുത്ത വിഷയമാണിത്. ഇത് വീണ്ടും ഈ അച്ഛൻ പറയുകയാണോ എന്ന് ചിന്തിക്കരുത്. ഇത് പുതിയ കാര്യമാണ് പറയാൻ പോകുന്നത്, പഴയ കാര്യമല്ല. 2 മക്കളുണ്ടായിരുന്നു. ഈ 2 മക്കൾ ആരൊക്കെയാണ്? ഈ നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ ആരൊക്കെയോ ഈ 2 മക്കളിൽ ആരൊക്കെയോ ആണ്. ആരാന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഈ അപ്പൻ്റെ 2 മക്കളുണ്ട്. ഒരാൾ മൂത്തയാളും ഇളയാളും. ആരാണിന്ന്? അത് അവിടെയല്ല. ഇന്ന് ഈ നമ്മളിൽ ആരൊക്കെയോ, ഈ 2 പേരിൽ ആരൊക്കെയോ ആണ്. ഒരാൾ അപ്പനോട് പറഞ്ഞു, എൻ്റെ സ്വത്ത് എനിക്ക് തന്നേരെ എന്ന് പറഞ്ഞു. അന്നേരെ കൊടുത്തു. അതേതപ്പനാകും? നിങ്ങൾ കൊടുക്കുമോ? നിങ്ങളുടെ മക്കൾ എനിക്ക് 10 ലക്ഷം രൂപ നാളെ വേണമെന്ന് പറയുമ്പോൾ ഉടനെ ബാങ്കിലോട്ടാണോ നിങ്ങൾ ഓടുന്നത്? അല്ല, നിങ്ങൾ 1000 വട്ടം ചിന്തിക്കും. ഇത് 1000 വട്ടം ചിന്തിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഇത് ആലോചിച്ച് അതിൻ്റെ പേര് ചിലപ്പോൾ ഒരു 150 വഴക്കുണ്ടാവും. മക്കൾ ചോദിക്കും, എന്നെ 5 ഏക്കർ സ്ഥലം എനിക്ക് അന്നേരം എന്ന് പറയുമ്പം അന്നേരം രജിസ്റ്റർ ഓഫീസിലേക്ക് പോയി ആധാർ എഴുത്തുകാരനെ വിളിച്ച് എഴുതുവല്ല, 1500 പ്രാവശ്യം ചിന്തിക്കും, വേണോ വേണ്ടയോ എന്ന്. ചിലപ്പോൾ മുട്ടം വഴക്ക് വരെ സംഭവിക്കും. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഒരു അപ്പൻ ഒരു വഴക്കുമില്ല. അന്നേരെ പോയി കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. സ്വീകരിച്ച ഉടനെ അവൻ ഏതോ ഒരു ദേശത്ത് പോയി നശിപ്പിച്ച് എല്ലാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അവസാനം എവിടെ എത്തി? പന്നിക്കുഴിയിലെത്തി. ഇനി അവിടെ കാര്യങ്ങൾ ഒരു ഫിലിമിൽ കാണുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ കാണണം. ഇനി ഒരു ജീവിതം മുഴുവൻ യൂട്ടേൺ തിരിഞ്ഞ കാര്യമാണ് കാണുന്നത്. അവിടെ കിടന്നവൻ ആത്മഹത്യ ചെയ്തൊന്നല്ല. ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ഇത്രയും കാരണങ്ങളൊക്കെ മതി. ഇത്രയും തകർന്നു പോയ ഒരാൾ പണ്ടേ മരിക്കാൻ തീരുമാനിക്കും. പക്ഷേ ഒരു അത്ഭുതമുണ്ട്, ഈ മനുഷ്യൻ ഒരിക്കൽ പോലും ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു ചോദ്യമുണ്ട് ഈ ധൂർത്തപുത്രനോട്, നീ എന്തുകൊണ്ടാണ് ഇത്രയും തകർന്നിട്ടും മരണത്തെക്കുറിച്ച് ചിന്തിക്കാഞ്ഞത്? എവിടെ വിഷം കിട്ടും, എവിടെ കയറ് കിട്ടും, ഏതു മരത്തെ തൂങ്ങണം എന്ന് ചിന്തിക്കാഞ്ഞത് എന്തുകൊണ്ട്? പ്രതീക്ഷയുണ്ട് അവന്. തിരിച്ചു ചെന്നാൽ ആ അപ്പൻ കൈവിടിയേലെന്ന്, എളിമയോടെ തിരിച്ചു ചെന്നാൽ ഉപേക്ഷിക്കത്തില്ലെന്ന്. ആ തിരിച്ചറിവ് മതി സുഹൃത്തെ നിനക്ക് രക്ഷപ്പെടാൻ. ഈ ഒരു തിരിച്ചറിവ് മതി. നീ ഇത്രയും ദൂരം പോയില്ലേ, യൂട്ടേൺ പോലെ ഒന്ന് തിരിഞ്ഞ് ആ ദൈവസന്നിധിയിലേക്ക് ചെന്നാൽ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നൊരു ദൈവം നിന്നെ ഉയർത്തിയിരിക്കും. മനസ്സിലൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ വീണുപോയ ഒരാളാണ്, തെറ്റിപ്പോയി, എനിക്ക് വഴിതെറ്റിപ്പോയി. നിന്നെ ദൈവം ഉയർത്തിയിരിക്കും. ഇനി എനിക്ക് അത്ഭുതമായി തോന്നിയൊരു കാര്യമുണ്ട്. കാനഡയിൽ നിന്നോ UK-യിൽ നിന്നോ ദുബായിൽ നിന്നോ വരുന്ന ഒരാളല്ല കേട്ടോ, വരുന്നത് പന്നിക്കുഴിയിൽ നിന്നാണ്. ലോഡ് കണക്കിന് സ്വീറ്റ്സും മുട്ടായും സ്പ്രേയും ഒന്നുമായിട്ടല്ല വരുന്നത്. പന്നിക്കുഴിയിലെ ദുർഗന്ധം പിടിച്ച എല്ലാവർക്കും പന്നിയിറച്ചി ഇഷ്ടമാണ്. പക്ഷേ പന്നിക്കൂട് പലർക്കും ഇഷ്ടമല്ല. ആ ദുർഗന്ധമൊന്നും ആരും സഹിക്കില്ല. എല്ലാവരും മൂക്കുപൊത്തി ഓടും. ആ സ്ഥലവും ആ പരിസരമൊക്കെ ആകെ വൃത്തികേടാണ്. പന്നിയിറച്ചി എല്ലാവരും നന്നോളം കഴിക്കും. പക്ഷേ ആ കൂടും പരിസരമൊന്നും എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നതല്ല. ഈ മനുഷ്യൻ വരുന്നത് വലിയൊരു വീട്ടിൽ നിന്നല്ല, പന്നിക്കുഴിയിൽ നിന്നാണ്. ദുർഗന്ധമാണ്. പണ്ട് പോയ പോലെ നല്ല കവളൊക്കെ ആയിട്ടല്ല ഇപ്പോൾ വരുന്നത്. പന്നിയുടെ തവിട് പോലും തിന്നാൻ കിട്ടാതെ കവളൊട്ടി തലമുടി നീട്ടി ഭ്രാന്തനെ പോലെ തിരിച്ചു വരുവാണ്. തിരിച്ചു വരുമ്പോൾ ഒരു കാര്യമുണ്ട്. ആരാദ്യം കണ്ടത്? മകനോ അപ്പനോ?
ശ്രദ്ധിച്ചു കേൾക്കൂ, ഈ അപ്പൻ ദൂരെ വച്ച് തന്നെ അവനെ കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. ദൂരെ വച്ച് തന്നെ കാണണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, ഒരു കാര്യമുണ്ട്, അതിനകത്ത് നടന്നിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ 10 മണിക്ക് ഒരാൾ വരുമെന്ന് പറഞ്ഞാൽ 9:30 തൊട്ട് നിങ്ങൾ ജനലിക്കൂടെയും വാതിലിക്കൂടെയും നോക്കും, ഒരു വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ നോക്കും. അങ്ങനെ നിങ്ങൾ ഏകദേശം ആ പറഞ്ഞ സമയത്തോട് അടുക്കുമ്പോൾ നിങ്ങൾ ദൂരെ വച്ച് തന്നെ കാണണമെങ്കിൽ 9:30 വരും, 10 മണിക്ക് വരുമെന്ന പ്രതീക്ഷയുള്ളവരെയാണ് പെട്ടെന്ന് നമ്മൾ ദൂരെ വച്ച് തന്നെ കാണുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇവൻ ദൂരെ തകർന്ന് തരിപ്പണമായിട്ടും അവൻ പോലും തിരിച്ചു വരണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു അപ്പൻ അവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു പക്ഷേ പള്ളിയിൽ പോകാത്ത ഒരാളായിരിക്കും, നിങ്ങൾ ഈ കേൾക്കുന്ന വചനത്തെ പോലും പുച്ഛിക്കുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ ഇതൊന്നും വിലയില്ല, ഇയാൾക്ക് വേറെ പണിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളെ പ്രതീക്ഷയോടെ നിങ്ങൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ പള്ളിയിൽ പോയിട്ട് നാളുകളായി, നിങ്ങൾ ധ്യാനം കൂടത്തില്ല, നിങ്ങൾ പാട്ട് പാടത്തില്ല, നിങ്ങൾ സ്തുതിപ്പിനെതിരാണ്, നിങ്ങൾ ആരാധനയ്ക്കെതിരാണ്. ഇതെല്ലാം അവിടെ ഇവിടെയും തട്ടിപ്പുകൾ ഉണ്ടാകുമായിരിക്കും, പക്ഷേ അതിനെക്കുറിച്ചല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ തിരിച്ചു വരുമെന്ന്, നിൻ്റെ കുടുംബം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ തിരിച്ചു വന്നാൽ പരിശുദ്ധ അമ്മ പറഞ്ഞ പോലെ നിനക്ക് പറയാൻ പറ്റും, എളിമയുള്ളവരെ ദൈവം ഉയർത്തുമെന്ന്. എളിമയുള്ളവരെ ദൈവം ഉയർത്തുമെന്ന്. പന്നിക്കുഴിയിൽ നിന്ന് വരുന്ന ഒരുത്തനെ ഇതുപോലെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ കാനഡയിൽ നിന്നോ വരുന്ന ഒരാളെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ 10-50 പേര് ചിലപ്പോൾ പോയെന്നിരിക്കും. പന്നിക്കുഴിയിൽ നിന്ന് വരുന്ന ഒരാളെ കൂടപ്പുറപ്പാണെങ്കിലും ചിലപ്പോൾ കൂട്ടാൻ പോയെന്ന് വരില്ല. പക്ഷെ ഒരപ്പൻ പ്രതീക്ഷയോടെ അവിടെ നിന്നു. നിന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മറക്കരുത്. ഒറ്റ കാര്യം ചെയ്താൽ മതി, എളിമയോടെ ഒന്ന് തിരിച്ചു വരാൻ തയ്യാറായാൽ മതി. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാൻ പോകുമ്പം ഈ കാര്യം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോവാ. എളിമയുള്ളവരെ ഉയർത്തും. ഞാൻ വലിയ സംഭവമാണ്, ഞാൻ വലിയ പാട്ടുകാരനാണ്, ഞാൻ വലിയ പ്രസംഗികനാണ്, ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഈ ഗമയുള്ളവരെ ഒന്നും ദൈവം ഉയർത്തില്ല. ഈ വലിയ ആളാണെന്ന് മനസ്സിലും ശരീരത്തിലും കൊണ്ടു നടക്കുന്ന ആൾക്കാരെ ദൈവം ഉയർത്തും. എളിമയുള്ളവരെ ഉയർത്തും. എളിമയുള്ളവരെ മനുഷ്യരെ ഉയർത്തും, ദൈവം ഉയർത്തും. അത് സത്യമാണ്. നോക്കൂ, തകർന്ന് തരിപ്പണമായ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ അവൻ പോലും വിചാരിച്ചില്ല ഇത്രയും ഗ്രാൻഡ് സ്വീകരണം ഉണ്ടാകുമെന്ന്, ഇത്രയും വലിയൊരു അനുഗ്രഹം കിട്ടുമെന്ന് ഓർത്തില്ല. 2 അടി ചിലപ്പം പ്രതീക്ഷിച്ചായിരിക്കും വന്നത്. എന്നാൽ കേട്ടെ, തിരിച്ചു വരുമ്പോൾ ദൂരെ വച്ച് തന്നെ കണ്ടിട്ട് എങ്ങനെയാണ് ഇവനെ തിരിച്ചറിഞ്ഞെന്ന് ചിന്തിക്കണ്ടേ. വർഷങ്ങൾ കുറേയായി പോയിട്ട്, പണ്ട് പോയതുപോലെ അല്ല തിരിച്ചു വരുന്നത്. വസ്ത്രം മോശം, കവളൊട്ടി, കളറ് മാറി, തലമുടിയുടെ ഷേപ്പ് മാറി. എന്നിട്ടും അപ്പൻ മകനെ മറന്നിട്ടില്ല. ഇതാണ് എൻ്റെയും നിങ്ങളുടെയും കോലം. എത്ര മാറിയാലും, ഇനി പാപത്തിൽ വീണ് ചെളിക്കുഴിയിൽ വീണ് ആകെ ഉരുണ്ട് മുഴുവൻ ചെളിക്കൂടായി മാറിയാലും നിന്നെ ദൈവം മറക്കത്തില്ല. നിന്നെ ദൈവം മറക്കത്തില്ല. ഈ വാക്യം വായിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതില്ലെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അപ്പം പറയില്ലേ, 2 പേരെ വിളിച്ചിട്ട്, എടാ എൻ്റെ മകനാണ്, അവനാണോ വരുന്നത്, അവനെപ്പോലെ മുഖഷേപ്പുള്ള ഒരുത്തനാണല്ലോ കയറി വരുന്നത്, എനിക്കൊരു സംശയമുണ്ട് എന്നൊന്നുമല്ല പറഞ്ഞത്. ആരോടും ചോദിച്ചില്ല. ആ കോലത്തിൽ വന്നപ്പോഴും അപ്പന് മനസ്സിലായി ഇതെൻ്റെ മകനാണ്. ഏത് കോലത്തിലായിപ്പോയാലും, ഏത് അവസ്ഥയിലേക്ക് തകർന്നു പോയാലും, ഏത് കഠിനമായ പാപത്തിൽ പെട്ടുകിടക്കുവാണേലും, എത്ര വലിയ കുറ്റബോധത്തിൽ കുരുങ്ങിക്കിടക്കുവാണേലും തിരിച്ചു വരാൻ തയ്യാറായാൽ നിന്നെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ നാട്ടുകാരിലേലും ദൈവമുണ്ട്. നിനക്കൊരു ദൈവം ഉണ്ടെന്ന് ആദ്യം തിരിച്ചറിയുക. ആ ദൈവം പ്രതീക്ഷയോടെ ഇരിക്കുന്നു. തിരിച്ചു വരുമ്പോൾ ഈ അപ്പൻ എന്തു ചെയ്തു? അവൻ 2 കൈയും നീട്ടി സ്വീകരിച്ച് അവനെ കെട്ടിപ്പിടിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത്. കെട്ടിപ്പിടിക്കുമ്പോൾ അതൊരു ആത്മീയ അനുഭവമാണ്. നമ്മൾ പലരെയും കെട്ടിപ്പിടിക്കാറുണ്ട്. അത് ഇഷ്ടമില്ലാത്തവരെയും ചിലപ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ അതൊരു കേവലം ഒരു ചടങ്ങായി മാറും. പക്ഷേ ഇതൊരു ചടങ്ങിൻ്റെ ഭാഗമായി കെട്ടിപ്പിടിച്ചതല്ല, അത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു ആലിംഗനമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും ചെളിയിലാണ് നിൽക്കുന്നതെങ്കിൽ കെട്ടിപ്പിടിക്കില്ല, കുളിപ്പിക്കാൻ പറയും. അല്ലെങ്കിൽ നന്നായി വസ്ത്രം മാറ്റിയെടുക്ക്, ഈ കൊച്ചിൻ്റെ വസ്ത്രം മാറ്റിക്കേ, ഇത് ആകെ വൃത്തികേടാ എന്ന് പറഞ്ഞിട്ടേ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയുള്ളൂ. ഇവിടെ അവനോട് പറഞ്ഞത് പോയി കുളിച്ചിട്ട് വാടാ, ഈ ഡ്രസ്സ് മാറ്റ് എന്നൊന്നുമല്ല ആദ്യം പറഞ്ഞത്. അവനെ അതേ അവസ്ഥയിൽ 2 കൈ കൊണ്ടും സ്വീകരിച്ചു. പ്രിയരെ, എളിമയോടെ തിരിച്ചു വരാൻ തയ്യാറായാൽ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നൊരു ദൈവം എനിക്കും നിനക്കുമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ആ ദൈവത്തെ മറക്കാൻ നിനക്ക് പറ്റുമെങ്കിലും ആ ദൈവം നിന്നെ മറക്കില്ല. ഏത് കോലത്തിലായാലും, ഏത് വിധത്തിൽ നീ മാറിപ്പോയാലും, 24 മണിക്കൂർ നീ വിമർശിച്ചുകൊണ്ടിരുന്നാലും, നീ ദൈവത്തെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല. ഒരു കാര്യം ഓർക്കുക, നീ എളിമയോടെ തിരിച്ചു വന്നാൽ നിൻ്റെ അനുഗ്രഹം നീ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലായിരിക്കും. ഈ വാക്യം വായിച്ച് അവസാനം എഴുതിയിട്ടൊരു വാക്കുണ്ട്. അവസാനം എഴുതിയിരിക്കുന്നത് 22-ാമത്തെ വാക്യം. ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കുവിൻ
ഏത് വസ്ത്രമാണ്? അവിടെ ഓരോ വാക്കിനും പ്രാധാന്യമുണ്ട്. കാരണം എടാ, അവിടുത്തെ അലമാരിയിൽ കുറേ വസ്ത്രമുണ്ട്, ഇവന് പറ്റുന്ന ഏതെങ്കിലും ഒരെണ്ണം എടുത്തു കൊടുത്തേന്നല്ല പറഞ്ഞത്. അവന് വേണ്ടി കരുതി വച്ചൊരു വസ്ത്രത്തെ ചൂണ്ടിട്ട് പറഞ്ഞു, ആ മേൽത്തരം വസ്ത്രം തിരിച്ചു വരുമ്പോൾ വസ്ത്രത്തിൻ്റെ സ്ഥാനത്ത് മറ്റു പലതും ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അത് സാധാരണ വസ്ത്രമല്ല, മേൽത്തരം വസ്ത്രം. കാനായിലെ കുടുംബത്തിൽ വീഞ്ഞ് തീർന്നുപോയി. ദൈവം അത്ഭുതം പ്രവർത്തിച്ച് വീഞ്ഞ് ഭക്ഷണമേശയിൽ വിളമ്പിയപ്പോൾ ഭക്ഷണം കഴിച്ച ആളുകൾ ചോദിച്ചില്ലേ, മേൽത്തരം വീഞ്ഞ് എവിടെയായിരുന്നു എന്ന്? ഏറ്റവും നല്ലതിനാണ് ആ വാക്കുപയോഗിക്കുന്നത്, മേൽത്തരം. പ്രിയരെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നിനക്കൊരു മേൽത്തരം നന്മ കരുതിയിട്ടുണ്ട്. ആ അലുമാരിയിൽ, സ്വർഗത്തിൻ്റെ അലുമാരിയിൽ അത് നിന്റെ കയ്യിലോട്ട് എടുത്തു തരാനായി ഈ 33 ദിവസം ദൈവം ഒരുക്കുന്നത്. അത് ആ മേശയിൽ ആ അലുമാരിയിൽ പൂട്ടി വെക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അത് തുറന്ന് നീ തിരിച്ചു വരുമ്പോൾ അത് നിന്റെ കയ്യിലേക്ക് തരും. ഈ പ്രതിഷ്ഠയുടെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് 33 ദിവസം ഒരുങ്ങുമ്പം ജീവിതത്തിൻ്റെ തെറ്റുകളെക്കുറിച്ച് ആദ്യ ദിവസം പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന്? അതിൻ്റെ ഒരു ഭാഗമാണ് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞത്. കുമ്പസാരിച്ചൊരുങ്ങണം. ഇത് ചെയ്യാനാ. നല്ലയൊന്ന് ഒരുങ്ങിക്കഴിയുമ്പം, അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞും തിരിച്ചു വരുമ്പം എന്ത് സംഭവിക്കുമെന്നറിയാമോ? സ്വർഗത്തിൻ്റെ അലുമാരിയിൽ നിനക്ക് വേണ്ടി കരുതി വച്ച വസ്ത്രമായിരിക്കില്ല, ജോലിയായിരിക്കും, വീടായിരിക്കും, ആരോഗ്യമായിരിക്കും, സൗഖ്യമായിരിക്കും, വിടുതലായിരിക്കും, നന്മയായിരിക്കും. അതെടുത്ത് നിൻ്റെ കയ്യിലോട്ട് കൈമാറും. അതാ തിരിച്ചു വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു കൈമാറ്റം നടക്കുന്നു. ദൈവത്തിൻ്റെ കയ്യിലുള്ളത് എൻ്റെ കയ്യിലെത്തുന്നു. അതാണ് ഏറ്റവും അനുഗ്രഹമുള്ളൊരു മുഹൂർത്തം. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ ഈ 33 ദിവസം കേൾക്കാൻ ഒരുങ്ങുമ്പോൾ ഇതിനകത്ത് ഒത്തിരി അത്ഭുതങ്ങളുള്ള ദിവസങ്ങളുണ്ട്, മണിക്കൂറുകൾ. ഒരു നിമിഷം പോലും ഇത് കളയാനില്ല. കാരണം ഇത് പ്രാർത്ഥിച്ചൊരുങ്ങി നടത്തുന്ന ഒരു ശുശ്രൂഷയാണ്. എൻ്റെ കയ്യിൽ മൈക്കുണ്ട്, എൻ്റെ മുമ്പിൽ ക്യാമറയുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ വായിൽ വരുന്നത് എന്തൊക്കെയോ വിളിച്ചു പറയുന്നതല്ല. ദീർഘസമയങ്ങൾ ഇരുന്നും എഴുതിയും ഒരുങ്ങിയും പ്രാർത്ഥിച്ചും പറയുന്ന ഓരോ വാക്കുകളെ മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കിതിനോട് 100% നീതി പുലർത്തിയ ശുശ്രൂഷയാണിത്. എനിക്കതിന് വില കൊടുത്തിട്ടുള്ള സമയം, ഇതിനുവേണ്ടി സമയം മാറ്റിവെച്ച് പ്രാർത്ഥിച്ച് തുറന്ന ബൈബിളിൻ്റെ മുമ്പിൽ എഴുതിയ വാക്യങ്ങളും വചനങ്ങളുമാണ് പ്രിയരെ ഭക്ഷണം പോലെ വിളമ്പുന്നത്. ഇതിനകത്തൊരു അനുഗ്രഹമുണ്ട്. ദൈവം തൻ്റെ അലമാരിയിൽ വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിൻ്റെ കയ്യിൽ നീ അനുഭവിക്കും, നിൻ്റെ കയ്യിലതെത്തും. എങ്ങനെയാണെന്നറിയാമോ? സ്കൂളിൽ ഒരു ഓട്ട മത്സരം നടത്തിയാൽ ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയവരെ ഒരു ഉയർന്ന പീഠത്തിൽ സ്കൂൾ അധികൃതർ കയറ്റി നിർത്തിയിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ട്രോഫിയോ അല്ലെങ്കിൽ കഴുത്തയിലിടുന്ന ഒരു മാലയോ അത് സമ്മാനമായി കൊടുക്കും. അതെല്ലാവരും കാണുക. ഇതുപോലെ സ്വർഗത്തിലെ ദൈവം എല്ലാവരും കാണുക. പ്രാർത്ഥിച്ച നിന്നെ മാനിച്ചിരിക്കും, പ്രാർത്ഥിച്ച് നിന്നെ അനുഗ്രഹിച്ചിരിക്കും. ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. നമ്മൾ ഇന്ന് കേട്ടത് എളിമയുള്ളവരെ ഉയർത്തുന്ന, അത് പറഞ്ഞത് മനുഷ്യനല്ല, പരിശുദ്ധ അമ്മ പറഞ്ഞു, എളിമയുള്ളവരെ ദൈവം ഉയർത്തും. നിൻ്റെ കുടുംബത്തെ നോക്കിയിട്ടും നിൻ്റെ മുഖത്ത് നോക്കിയിട്ടും ഇത് ഞാൻ പറയും, എളിമയുള്ളവരെ ഉയർത്തും. എൻ്റെ ജീവിതം അതിനൊരു സാക്ഷ്യമാണ്. യോഗ്യത കൊണ്ടല്ല മുമ്പിൽ നിൽക്കുന്നത്, എളിമയോടെ നിന്നതുകൊണ്ടേ ഉള്ള ഉയർച്ചകളൊക്കെ എനിക്കും ഉണ്ടായിട്ടുള്ളൂ. എളിമയുള്ളവരെ ദൈവം ഉയർത്തും, എളിമയുള്ളവരെ ദൈവം ഇഷ്ടപ്പെടുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? നിങ്ങൾ കുടുംബമായി ഒന്ന് പ്രാർത്ഥനയിലേക്ക് വാ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 7ാമത്തെ ദിവസമാണ്. ഇതൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. അതിനകത്തൊരു പ്രധാന പോയിൻ്റ്, ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പം ആ വീട്ടിലെ അപ്പം പറഞ്ഞു, ആ അലുമാരി തുറന്ന് ആ മേൽത്തരം വസ്ത്രം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വാ, എന്നിട്ട് ഇവനെ അങ്ങ് ധരിപ്പിക്കുക എന്ന് പറഞ്ഞു. ഇതുപോലെ ഒരനുഭവം ഉണ്ടാകട്ടെ. ഇന്ന് വരെ ഇല്ലാതിരുന്നത് ഒരു പുതിയൊരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരട്ടെ. ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും നല്ലതൊക്കെ ശരീരത്ത് വന്ന് ചേരുമെന്ന്. ഇത്രയും നല്ലതൊക്കെ അപ്പൻ എനിക്ക് വേണ്ടി കരുതി വെച്ച് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. പക്ഷെ നിനക്ക് വേണ്ടി ഉണ്ട്, കരുതിയിട്ടുണ്ട്. നീ മറന്നാലും ദൈവം നിന്നെ മറന്നിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. തുടർന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നൊരു അനുതാപത്തിൻ്റെ ആരാധനയാണ്. ഇന്ന് എളിമയോടെയുള്ള ആരാധനയാണ്. എളിമയോടെ ആരാധിക്കുമ്പോൾ സ്വർഗം നിന്നെ ഓർത്ത് സന്തോഷിക്കും. ദൈവത്തിൻ്റെ കരത്തിൻ്റെ താഴെ താഴ്മയോടെ നിൽക്കും. ഞാൻ സംഭവമാണ്, എനിക്ക് വലിയ സൗന്ദര്യമുണ്ട്, ബുദ്ധിയുണ്ട്, എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഈ ഭാവങ്ങളെല്ലാം മാറ്റിയിട്ട് എളിമയോടെ നിൽക്കുക. നിൻ്റെ കുടുംബത്തെ തക്ക സമയത്ത് ദൈവം ഉയർത്തും. അതിനായി പ്രാർത്ഥിക്കുന്നു. നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. ചടങ്ങായിട്ട് കൂടരുത്. നിയോഗം വെച്ച് വേണം പങ്കെടുക്കാൻ. എഴുതി സമർപ്പിച്ച നിയോഗങ്ങൾ അത്ഭുത സാക്ഷ്യങ്ങളായി മാറും. ആരാധനയിൽ പ്രവേശിക്കുമ്പോൾ ആ നിയോഗത്തെ ചേർത്ത് വയ്ക്കുന്നു. ശാലോം ടിവിയെ ചേർത്ത് വയ്ക്കുന്നു. നിങ്ങൾ പറഞ്ഞറിയിച്ച നിയോഗങ്ങൾ ഇതിനോടൊപ്പമുണ്ട്. എല്ലാം ചേർത്ത് വെച്ച് ഈ ജപമാല സഖ്യത്തോട് ചേർന്ന് ഒരുമിച്ച് നമ്മൾ ആരാധിക്കുന്നു, ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം.
ചേർന്ന് നമുക്ക് പാടാം. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോവിൻ ദൈവമേ ആരാധന, ഇസഹാക്കിന്നിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ഒരുമിച്ച് ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങൾ ഈ ആരാധനയിലേക്ക് പാട്ടുപാടി പ്രവേശിച്ചപ്പോൾ ഇങ്ങനെയൊന്ന് മനസ്സിൽ പറയണം, ഇന്ന് എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ആരാധനയായിരിക്കും ഇത്. എന്നെ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ, എനിക്ക് ശക്തിയും ബലവും വിശുദ്ധീകരണവും തരാൻ, എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് വളർത്താനൊക്കെ ദൈവം കണ്ട സമയം, എനിക്ക് വേണ്ടി കണ്ട സമയം ഇപ്പോൾ നിങ്ങൾ ഈ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലിരിക്കുന്ന സമയമാണെങ്കിലോ, അങ്ങനെയെങ്കിൽ അത് വിശ്വസിക്കുന്നെങ്കിൽ കുറച്ചുകൂടെ വിശ്വാസത്തോടെ, കുറച്ചുകൂടെ പ്രാർത്ഥനയോടെ, ആരാധനാ മനോഭാവത്തോടെ നമുക്കിരിക്കാം. ഒരു വചനം ഒന്ന് കേട്ടേ. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. ഇന്ന് ദൈവം എന്നോട് സംസാരിക്കുകയാണ്, ദൈവം എന്നോട് സംസാരിക്കുവാണ്. ഈ വചനം നമ്മൾ ഇന്നത്തെ പ്രസംഗത്തിൽ, വചനപ്രഘോഷണത്തിൽ കേട്ടു. എഴുതിയിരിക്കുന്ന വാക്ക്, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. ഒരു പ്രശ്നമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ അനുഭവം ഇതാണ്: മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. വിശ്വാസത്തിൽ പറഞ്ഞേ, മുറിച്ചാൽ വിശ്വസിക്കുന്ന ഞാൻ അവിടം കൊണ്ട് തീരില്ല, ഞാൻ തളിർക്കും, ഞാൻ തളിർക്കും. തളിർക്കാൻ ദൈവം ഒരുക്കിയ മണിക്കൂറാണിത്. കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഒറ്റപ്പെട്ട് കഴിയാൻ ദൈവം ആഗ്രഹിച്ച സമയമല്ല, അതിനുവേണ്ടി ഒരുക്കുന്നൊരു സമയമല്ല. നീ ജീവിതത്തിൽ എവിടെയാണോ മുറിഞ്ഞത് അവിടെ നിന്ന് വീണ്ടും തളിർക്കണമെന്നാണ് ദൈവം നിന്നെ, നിൻ്റെ കുടുംബത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ തളിർക്കണം. നിങ്ങൾ മനസ്സിലൊന്ന് പറഞ്ഞേ, ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞാൻ, ഈ മുറിവേറ്റ ഞാൻ, വാക്കുകൾ കൊണ്ട് മുറിവേറ്റ ഞാൻ ജീവിതത്തിൽ തളിർക്കും, ജീവിതത്തിൽ തളിർക്കും ഞാൻ. ആ വാക്യം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്ത വാക്യം, തളിർത്ത് വീണ്ടും അതിൽ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. അടുത്ത വാക്യം എങ്ങനെയാ നോക്കൂ. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും, അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും, വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് വീണ്ടും തളിർക്കും, ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ. നിങ്ങളിപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഗന്ധം ഏതാണെന്നറിയാമോ? ആരാധനയുടെയാണ്, പ്രാർത്ഥനയുടെയാണ്, വചനത്തിൻ്റെയാണ്. വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ ഒരു മരം വീണ്ടും തളിർക്കുമെങ്കിൽ, ഈ ആരാധനയുടെ അനുഗ്രഹം നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതവും തളിർക്കാതിരിക്കില്ല, ശിഖരങ്ങൾ പുറപ്പെടാതിരിക്കില്ല, അനുഗ്രഹം അനുഭവിക്കാതിരിക്കില്ല. വിശ്വസിക്കുന്നെങ്കിൽ ഇത് ഏറ്റെടുക്ക്, ഈ വചനം ഏറ്റെടുക്ക്. കേട്ട വചനം ഈ തുടർന്നുള്ള എല്ലാ ദിവസത്തിനും അനുഗ്രഹമാകുന്നൊരു വചനമാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയാണ് കേട്ടത്. ഈ വചനം ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയിട്ട് വേണം ഈ വചനം, കേട്ട വചനം ആരാധനയിലൊന്ന് സമർപ്പിക്കാൻ. നിങ്ങളെ ദൈവം എവിടെയൊക്കെയോ ജീവിതത്തിൽ മുറിഞ്ഞവരെന്നെ കേൾക്കുന്നുണ്ട്. മുറിഞ്ഞ് പല കഷ്ണങ്ങളായിപ്പോയ മരം വെട്ടിയിട്ട് പല കഷ്ണങ്ങളായി വാളുകൊണ്ട് മുറിച്ചിട്ടതുപോലൊക്കെ കിടക്കുന്നവരുണ്ട്. പക്ഷെ ദൈവം പറയുവാണ്, നിൻ്റെ ജീവിതം തീർന്നു എന്നല്ല ദൈവം പറഞ്ഞ്, നിൻ്റെ ജീവിതം അവസാനിച്ചു എന്നല്ല പറഞ്ഞത്. ഇത് നിൻ്റെ അവസാനമാണെന്നല്ല, വീണ്ടും തളിർക്കും,
ഇളം ചെടി പോലെ ശാഖകളുണ്ടാകും, നീ വളർന്ന് പന്തലിക്കുമെന്നാണ് ഈ വാക്യം പറഞ്ഞെങ്കിൽ, ആ വാക്യം ഇന്ന് എന്നോടാ പറഞ്ഞെങ്കിൽ, ഈ വചനം എന്നോട് പറയാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടാ ഈ ആരാധനയിൽ ഈ വചനം നിന്നെ കേൾപ്പിച്ചത്. ഈ മിനിറ്റിൽ ദൈവം നിന്നെ അത് കേൾപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഈ വചനത്തിൽ വിശ്വസിച്ച് കരങ്ങളെ ഒന്ന് ഉയർത്തുക, ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങ്, ഒന്ന് ആരാധിക്കാൻ ഒരുങ്ങ്. ജീവിതത്തിൽ മുറിഞ്ഞവർ, കുടുംബജീവിതത്തിൽ മുറിവേറ്റവർ, വ്യക്തി ജീവിതങ്ങളിൽ മുറിവേറ്റവർ, പലതരത്തിൽ ജീവിതത്തിൽ ഉണങ്ങാത്ത മുറിവുകളുമായി പോകുന്നവരുണ്ട്. നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, നിങ്ങളാകുന്ന മരം ഉണങ്ങിപ്പോകുമെന്നല്ല, നിങ്ങൾ ഇളം ചെടി പോലെ തളിർത്ത് ശാഖകൾ പുറപ്പെടുവിക്കും. വിശ്വാസത്തിൽ പറ, ഞാൻ വളരും, ഞാൻ ഇളം ചെടി പോലെ, വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ വളരുന്ന ചെടി പോലെ ഞാൻ വളരും, ശാഖകൾ പുറപ്പെടുവിക്കും. എനിക്ക് വളർച്ചയുണ്ട്, എനിക്ക് ഇനിയും വളരാനുണ്ട്, എനിക്ക് ജീവിക്കണം എന്ന് പറ. ഈ ആരാധന നിങ്ങളുടെ സൗഖ്യത്തിൻ്റെ സമയമായി മാറും. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഓരോ വിഷമിക്കുന്നവരെയും, ഓരോ മുറിവേറ്റവരെയും, ഓരോ സങ്കടത്തിൽ കഴിയുന്നവരെയും, തകർന്ന ജീവിതങ്ങളെ സ്വപ്നങ്ങളുമായി നടക്കുന്നവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. ഇത് സൗഖ്യത്തിന്റെ മണിക്കൂറാക്കണമേ. ഈ ആരാധനയുടെ സമയം ഒരു വിടുതലിന്റെ സമയമാക്കണമേ. ഇത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന സമയമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ കുടുംബത്തെ അങ്ങ് ഏറ്റെടുക്കണമേ, ഈ കുടുംബത്തെ അങ്ങ് സഹായിക്കണമേ, ഈ കുടുംബത്തെ അങ്ങ് വിടുവിക്കണമേ, ഈ കുടുംബത്തിലേക്ക് വിശുദ്ധീകരണം കൊണ്ടുവരണമേ, ഈ കുടുംബത്തെ സന്തോഷത്തിൽ കൊണ്ടുവരണമേ, തലമുറകളെ അനുഗ്രഹിച്ചു വളർത്തണമേ, അനേകം കുടുംബങ്ങളെ തൊടണമേ, അനേകം വ്യക്തികളെ വിടുവിക്കണമേ, വലിയ മാനസാന്തരങ്ങളെ ഒരുക്കണമേ, പ്രതീക്ഷ നിറയ്ക്കണമേ. നിരാശ മാറിപ്പോകട്ടെ, നിരാശ മാറട്ടെ, നിരാശ മാറട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയവരെ, ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇനി കേൾക്കുന്ന ഈ ഭാഗം നമ്മളൊരു വചനമാണ് കണ്ടത്. ലൂക്കാസ് സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിൽ കണ്ട ധൂർത്തപുത്രൻ്റെ ഉപമ. ഇത് എന്നെ ഈ ദിവികാരുണ്യത്തിൻ്റെ സൈഡിൽ നിന്ന് എന്നെയാ നിങ്ങൾ കേൾക്കുന്നതിലും ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ് നിന്നിൽ ഇടപെടുന്നത്. എൻ്റെ പ്രസംഗത്തിൻ്റെ ഗുണം കൊണ്ട് ഇന്ന് വരെയും ആരുടെയും ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് ദൈവനാമത്തെ മഹത്വം നൽകിയപ്പോൾ ഈ ദൈവം അനേകരുടെ ജീവിതത്തിൽ ഇടപെട്ടതായി എനിക്കറിയാം, അനേകരുടെ കണ്ണുനീർ തുടച്ചതായി എനിക്കറിയാം. നിങ്ങളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഒരു വിശുദ്ധീകരണം ഒന്ന് ആഗ്രഹിക്കണം. ഇത് പറയുമ്പോൾ നമുക്കറിയാം, ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ആ മനുഷ്യൻ പന്നിക്കുഴിയിൽ നിന്ന് വളരെ കോലം കെട്ട്, തലമുടി പോലും വെട്ടാതെ ഡിസോർഡറായൊരു ഭ്രാന്തനെ പോലെ ഒരു വല്ലാത്ത അവസ്ഥയിൽ തിരിച്ചു വരുമ്പോൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരപ്പൻ. ആ അപ്പൻ നമ്മൾ കാണുന്ന ഒരു സാധാരണ മനുഷ്യനല്ലത്. അത് ദൈവമല്ലാതെ, യേശുവല്ലാതെ മറ്റൊരാളല്ല. ആമേൻ. യേശുവിനെ ഒരു സാധാരണ മനുഷ്യന് ഇത്രയും തകർന്ന് തരിപ്പണമായവൻ ഇതുപോലെ ഒരാളെ സ്വീകരിക്കില്ല. ഒരപ്പനാണെ പോലും ഒന്നെങ്കിൽ അവനോട് പറയും, എൻ്റെ ബാക്കിയുള്ളവരും സമാധാനത്തിൽ ജീവിച്ചോട്ടെ, നീ ഏതേലും നാട്ടിൽ പോയി എവിടെയെങ്കിലും താമസിക്കുക, ഇങ്ങോട്ട് വരരുത്, ഉപദ്രവിക്കരുത്. കാരണം എന്തൊക്കെ ഈ ധൂർത്തപുത്രൻ ചെയ്തു എന്നറിയാവോ? സമ്പത്ത് മാത്രമല്ല, വീട്ടുപേര് നശിപ്പിച്ചു. ആ വീട്ടുകാരെക്കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ ഈ മകൻ്റെ കാര്യം പറഞ്ഞാൽ പലരും പറയുന്നത്. കുടുംബപ്പേര്, സമ്പത്ത്, ഉണ്ടാക്കിയ സമ്പത്തും അതെല്ലാം നശിപ്പിച്ച് അവനെ ആരെങ്കിലും 2 കൈ നീട്ടി സ്വീകരിക്കുവോ? ഇത് മനുഷ്യനായ ഒരു വ്യക്തിയല്ല, ഇത് ദൈവം തന്നെയാണ്. ഈ ദൈവം നീ തിരിച്ചു വരാൻ തയ്യാറായാൽ നീ ഏതവസ്ഥയിലാണേലും ദൈവം നിന്നെ സ്വീകരിക്കുന്ന ദിവസമാണ് കേട്ടോ. വിമർശിക്കുന്നയാളായിരിക്കും, ഇഷ്ടമില്ലായിരിക്കും ഇതൊന്നും കേൾക്കുന്നത് പോലും. ഇതിനെയൊക്കെ ചിലപ്പോൾ തെറിവാക്കുകൾ കൊണ്ടുപോലും പരസ്പരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. വീട്ടിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ടി വിയിലുണ്ട്, ഇത് കണ്ടുകൊണ്ടിരിക്കുവാണോ എന്നായിരിക്കും പലരും ഇത് പറയുന്നത്. കൂടെയുള്ള മക്കൾ പോലും ചിലപ്പോൾ ഇതിൻ്റെ ഒച്ച പോലും കേൾക്കാതെ വാതിലടച്ച് അപ്പുറത്തെ മുറിയിലായിരിക്കും. ഇഷ്ടമില്ലായിരിക്കും ഈ ശബ്ദം പോലും കേൾക്കുന്നത്. പക്ഷേ ഇഷ്ടമില്ലേലും കേൾക്കാനിടയായെങ്കിൽ കേട്ടോ, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. വർഷങ്ങളായി പള്ളിയിൽ പോകാത്ത, പ്രാർത്ഥനയില്ലാത്തൊരു മനുഷ്യൻ
ജീവിതത്തിൽ തകർന്നിട്ട് എന്നോട് പറഞ്ഞു, ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ പറയരുത്. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന വേണ്ട. എനിക്ക് പ്രാർത്ഥിക്കുന്നതും ഇഷ്ടമല്ല, പ്രാർത്ഥിക്കുന്നവരെ ഇഷ്ടമല്ല. എനിക്ക് നിങ്ങളോടൊക്കെ വെറുപ്പാണ്, ഇഷ്ടമല്ല എന്ന് നേരിട്ട് പറഞ്ഞൊരു മനുഷ്യൻ അവസാനം ചോദിക്കുകയാണ്, എന്തായാലും പ്രാർത്ഥിച്ചു നോക്ക്, എന്നെക്കുറിച്ച് ദൈവം എന്നാ പറയുന്നതെന്ന് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാൻ പറഞ്ഞു. ആ മനുഷ്യനോട് ഞാനൊരു വാക്ക് പറഞ്ഞു. അയാളത് കേട്ട് കരഞ്ഞു. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, നിങ്ങളെ എനിക്ക് വെറുപ്പാണ്, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വെറുപ്പാണ്, നിങ്ങൾ ദൈവം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, എനിക്ക് പ്രാർത്ഥിക്കുന്നവരേ ഇഷ്ടമല്ല, ഈ വെള്ളയോടുപ്പെടുന്നവരേ എനിക്കിഷ്ടമല്ല, താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ പറഞ്ഞ്, എന്നാലും ദൈവം എന്നാ പറയുന്നതെന്നൊന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, സ്റ്റിൽ ഗോഡ് ഈസ് ലവിങ് യു, ഇപ്പോഴും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അത് കേട്ടിട്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. ഏത് വാക്ക് പറഞ്ഞപ്പോൾ ഇത്രയും വിമർശിക്കുന്ന അതും ഇതുമൊക്കെ പറഞ്ഞ് എന്നെ ഇപ്പോഴും ദൈവം സ്നേഹിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ പറയുന്നു ഞാൻ ഈ സഭയിലെ ആളല്ല, ഞാൻ വേറെ ഒരു സ്ഥലത്താണ്, ഞാൻ ഇന്നയാളാണ്, ഞാനൊരു അക്രൈസ്തവനാണ്, എനിക്കിതൊന്നും അറിയില്ല, ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്, എന്നാലും പറയുന്നു സ്റ്റിൽ ഗോഡ് ഈസ് ലവിങ് യു. ദൈവം ഇപ്പോഴും നിന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. സ്നേഹിച്ച പലരും നിന്നെ ചതിച്ചു, സ്നേഹിച്ച പലരും ഇപ്പോൾ നിന്നെ വേണ്ട, നിന്നോട് പിണങ്ങി, നിൻ്റെ നമ്പർ അടക്കം ബ്ലോക്ക് ചെയ്തു. പക്ഷേ ദൈവം നിന്നോട് പറയുന്നു സ്റ്റിൽ ഗോഡ് ഈസ് ലവിങ് യു. അതുകൊണ്ടാണ് ഒരു പാട്ട് പാടാൻ പോകുന്നത്. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഏതുമാകട്ടെ, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥയും കൂടാതെ സ്നേഹിക്കുന്ന, അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നിങ്ങളിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ആമേൻ. ഹല്ലേലൂയ. യേശുവേ. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഈ വചനമൊക്കെ പറയുമ്പം ഈ പാട്ടെനിക്ക് എപ്പോഴും ഓർമ്മ വരും. പാട്ടുകാരൻ ആ പാട്ടൊന്ന് പാടും, അതിൻ്റെ വരികളൊന്ന് പാടും. നിങ്ങളിത് പാടുമ്പോൾ ഉണ്ടല്ലോ, ഇത് നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് ആരോ എഴുതിയ പാട്ടാന്ന് തോന്നും. ആരാണാവോ ഈ പാട്ട് എഴുതിയത്? ഇതെന്നെ നോക്കിയിട്ട് തന്നെ എഴുതിയ പോലെ ഉണ്ടല്ലോ. നമ്മളീ പാട്ട് ഒത്തിരി മ്യൂസിക്കിൻ്റെ അകമ്പടിയോടെ പാടുമ്പോൾ പാടി തീർത്തു പോവും. പക്ഷെ ശ്രദ്ധിച്ച് പാടുമ്പോൾ ഓർക്കും, എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ കണ്ട് ആരോ എഴുതിയ പോലെ. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും കൂടാതെ സ്നേഹിക്കുന്നൊരു ദൈവം കുഞ്ഞെ നിനക്കുണ്ട്. ചേർന്ന് പാടാം. ഏതൊരവസ്ഥയിലും പിന്നെയോ യാതൊരു വ്യവസ്ഥകളും. ഒരിക്കൽ കൂടി ഒന്ന് പാടാമോ? ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം. ആ സ്നേഹത്തിന്റെ പേര് ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അതിൻ്റെ അടുത്ത വരികൾ ശ്രദ്ധിക്കുമ്പം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മ എന്നെ മറന്നാലും ഈ ലോകം എന്നെ വെറുത്താലും. ഇത് രണ്ടും അനുഭവിക്കുന്നവരുണ്ട്. അമ്മയാന്ന് പറഞ്ഞാൽ പോലും സ്നേഹിക്കാത്ത അവസ്ഥയിലും നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. ബൈബിൾ ഈ പാട്ട് പറയാണ്, അമ്മ എന്നെ അങ്ങ് മറന്നു എന്നിരിക്കട്ടെ. ബൈബിൾ പറയുന്നു, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. അമ്മ മറന്നാലും ലോകം മുഴുവൻ നിന്നെ അങ്ങ് വെറുത്താലും ഈ സ്നേഹം നിന്നെ വെറുക്കത്തില്ല.
ഈ ലോകം വെറുക്കും, പഞ്ചായത്തിലുള്ളവർ മുഴുവൻ വെറുക്കും, പള്ളിയിലുള്ളവർ മുഴുവൻ വെറുക്കും, ഒരു സംസ്ഥാനം മൊത്തം ചിലപ്പോൾ നിന്നെ വെറുക്കും. നിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഈ ലോകം മൊത്തം വെറുത്താലും പറയാണ്, നിന്നെ ദൈവം വെറുക്കില്ല, നിന്നെ ദൈവം ഉപേക്ഷിക്കത്തില്ല. ഒന്ന് പാടിക്കേക്കാം ആ വരികൾ കൂടി. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, ഒരിക്കൽ കൂടി അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. പിന്നെയോ എന്നെയോ മനയായി കരുതും. അതിന് കാരണം എന്താണെന്നറിയാമോ? അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തിൻ്റെ മുമ്പിലിരുന്ന് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുമോ? ആർ ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ കിടന്ന് ആത്മഹത്യ ചെയ്യാനുള്ള കയറല്ല അന്വേഷിച്ചത്. ഏതു മരത്തേൽ ആത്മഹത്യ ചെയ്യണം, ആ മരത്തിൻ്റെ ആ ശിഖരത്തേൽ കെട്ടിത്തൂങ്ങി ചത്തേക്കാമെന്നല്ല തീരുമാനിച്ചത്, ചിന്തിച്ചത്. വിഷം കുടിച്ചാലോ എന്നല്ല തീരുമാനിച്ചത്, എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുമെന്നാ തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? നെഗറ്റീവായതെല്ലാം ഒന്ന് കളഞ്ഞ്, മോശമായ ചിന്തകളും തകരും, ഞാൻ നശിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഞാൻ എൻ്റെ ദൈവത്തിലേക്കൊന്ന് തിരിയും. ഒരു യൂ ടേൺ എടുത്തേ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ റൂട്ട് മാപ്പ് പറയും, ഇവിടെയല്ല വാഹനം, യൂ ടേൺ എടുക്കണം, തിരിയണം. തിരിച്ചേ ഒന്ന് എന്നിട്ട് ദൈവത്തിലേക്കൊന്ന് വന്നേ. ഏതൊരവസ്ഥയിൽ നീ തിരിച്ചു വരുമ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നൊരു ദൈവമുണ്ട്. പറഞ്ഞൊരു വാക്ക് പറഞ്ഞ് ആരാധന അവസാനിപ്പിക്കുകയാണ്. തിരിച്ചു വന്നപ്പോൾ അടിയല്ല കിട്ടിയത്, തിരിച്ചു വന്നപ്പോൾ തൊഴിയല്ല കിട്ടിയത്, തിരിച്ചു വന്നപ്പോൾ കേൾക്കാൻ കൊള്ളാത്ത തെറിവാക്കുകളല്ല വീട്ടിൽ നിന്ന് കേട്ടത്. അപ്പൻ പറയുവാണ്, ആ അലുമാരിയിൽ നിന്ന് മേൽത്തരം വസ്ത്രം, ഞാൻ ഈ മകനു വേണ്ടി കരുതി വച്ച വസ്ത്രം ഇങ്ങ് എടുത്തോണ്ട് വരാൻ സേവകന്മാരോട് കൽപ്പിച്ച ഒരപ്പൻ. ഇത് ദൈവമല്ലാതെ മറ്റൊരാളല്ല. ആ ദൈവം നീ തിരിച്ചു വരാൻ തയ്യാറായാൽ, നിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്, ഈ കുടുംബത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു യുവാവെന്ന നിലയിൽ നിന്നെ നോക്കി പറയുന്നു, നിന്റെ തിരിച്ചുവരവ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ കൂട്ടുകാർ ആഗ്രഹിക്കുന്നില്ല, നാട്ടുകാർ ആഗ്രഹിക്കുന്നില്ല, അതുമായി ബന്ധപ്പെട്ട് ആരും നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ദൈവം നിന്നോട് പറയും, നീ തിരിച്ചു വരണം, ഇങ്ങനെ പോകരുത്, ഒരു യൂ ടേൺ എടുക്കണം. തിരിച്ചു വരുമ്പോൾ നിനക്ക് വേണ്ടി കരുതി വച്ച ചില നന്മകൾ ദൈവത്തിൻ്റെ അലമാരിയിലുണ്ട്, സ്വർഗത്തിൻ്റെ അലമാരിയിലുണ്ട്. അത് നിനക്ക് വേണ്ടി തുറക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് തുറന്ന് മേൽത്തരം വസ്ത്രത്തിന് പകരം മേൽത്തരം അനുഗ്രഹങ്ങൾ, മേൽത്തരം നന്മകൾ, മേൽത്തരം ഐശ്വര്യങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തരുന്ന ദിവസമാണിത്. ഇതൊരു നല്ല ദിവസമാണ്. അങ്ങനെയെങ്കിൽ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ആ പാട്ടിൻ്റെ 4 വരികളൊന്ന് വേഗത്തിൽ പാടുകയാണ്. അമ്മ എന്നെ മറന്നാലും, ഈ ലോകം മൊത്തത്തിൽ എന്നെ വെറുത്താലും, എൻ്റെ ദൈവം എന്നെ വെറുക്കത്തില്ലെന്ന് പാടി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ്. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, ചേർന്ന് പാടി സ്വീകരിക്കാം. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെയോ മനയായി കരുതുന്നു. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ, ആ സ്വർഗത്തിലെ അരുമാരിയും തുറന്ന് ഇന്ന് നിയോഗം വച്ച് ശാലോൺ ടിവിയോട്, ടെലിവിഷനിലെ ആ ഒരു ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നല്ലൊരു സാക്ഷ്യം ദൈവം ഒരുക്കും, നല്ലൊരു വിടുതൽ ദൈവം ഒരുക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാർത്ഥനയിൽ സ്വീകരിക്കുന്നു.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ പ്രവൃത്തി. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. 1 പത്രോസ് 5:6. ഈ വചനം നിയോഗങ്ങൾ സമർപ്പിച്ച് 33 തവണ ആവർത്തിച്ചേറ്റു പറയുക.